ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യും ആസ് എ കേസ് സ്റ്റഡി. കുഴപ്പമുണ്ടോ? പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, സ്ഥലം, നാടൊന്നും പറയേണ്ട ആവശ്യം. എനിക്ക് നിങ്ങളെ കാണുന്നില്ല. കുഴപ്പമുണ്ടോ? നോ ഇഷ്യൂ. ഗുഡ്. എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുക? വാട്ട്സ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ് ഇൻ ദിസ് 15 to 30 minutes conversation with me? കൺസിസ്റ്റൻസി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിൾ. കൺസിസ്റ്റൻസി. പേഴ്സണലി ഞാൻ കൺസിസ്റ്റൻ്റ് ആവുക, റെസ്പോൺസിബിൾ ആവണം, എൻ്റെ അക്കൗണ്ടബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുക്കണം, ഞാൻ സ്വയം അക്കൗണ്ടബിൾ ആവുക എന്നുള്ളതും കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഒരു 3 കാര്യങ്ങൾ പറയാമോ? നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ പറയാമോ? വാട്ട് ഇസ് ഇറ്റ് യു ആർ കൺസിസ്റ്റൻ്റ് റൈറ്റ് നൗ? ഒന്നുമില്ല. നല്ലതാണല്ലോ. അതെ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങണല്ലോ? അതുമില്ല. എല്ലാ ദിവസവും ഉറങ്ങും, പക്ഷേ ഒരു ടൈമില്ല. ഉറങ്ങാനുള്ള ടൈമില്ല. അല്ല, ഉറങ്ങുന്നതിനൊരു ടൈമില്ല. ഇല്ല, അത് ആർക്കും അങ്ങനെ ഉറക്കം വരുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? അതെ, അങ്ങനെയല്ല, മീൻസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി വേണ്ടത്? എനിക്ക് ഈവൻ എൻ്റെ ലൈഫിൽ ടോട്ടലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും റുട്ടീനായിട്ട് ഒരു ടൈമിൽ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോവുക, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊന്ന് ചെയ്തു പോവുക. നമ്മൾ ഒരു കാര്യം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഏതിലാണ് ആദ്യം നിങ്ങൾക്ക് തോന്നുന്നത് ഐ നീഡ് കൺസിസ്റ്റൻസി ഇൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ ഇൻ മൈ ലൈഫ്? ഏതാണ്? വാട്ട് ഏരിയ ഡു യു വാണ്ട് കൺസിസ്റ്റൻസി? എൻ്റെ വർക്കിങ്ങിലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കാണ്. ഫ്രീലാൻസ് അല്ല, ഞാൻ എൻ്റെ ഓൺ വർക്കാണ് ചെയ്യുന്നത്. എനിക്ക് ടൈമുള്ളപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യലുണ്ട്. ആ സമയത്ത് ഞാൻ പേയ്മെൻറ്റ് വാങ്ങി ക്ലാസ് ആണെങ്കിൽ പോലും 1-2 ദിവസം കറക്റ്റ് പോയിട്ട് 3-ാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ക്ലാസ് കണ്ടിന്യൂ ആവില്ല. പിന്നെ ഒരു ദിവസം ബ്രേക്ക് എടുത്ത് പിന്നെ ഇടും, പക്ഷെ അതിനൊരു ഫ്ലോ കിട്ടില്ല. നമ്മളിപ്പോൾ 9 to 5 ജോബാണെങ്കിൽ ഇപ്പം മൺഡേ ടു സാറ്റർഡേ ഞാൻ ആഗ്രഹിക്കുന്നത്, മൺഡേ ടു സാറ്റർഡേ നമ്മൾ 9 to 5 ജോബ് ചെയ്യണമല്ലോ. അപ്പം ആ 9 to 5 ജോബ് കറക്റ്റായിട്ട് പോകാൻ ചില ദിവസം പറ്റില്ല, എന്തെങ്കിലും റീസൺസ് കൊണ്ട്. അവിടെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസോ, അങ്ങനെ 9 to 5 ജോബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ക്വിറ്റ് ചെയ്തതാണ്. അപ്പം 9 to 5 ജോബായിരുന്നു ഞാൻ ഈ ഒരു 5 years ആയിട്ട് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ ക്വിറ്റ് ചെയ്യാൻ കാരണം, എനിക്ക് എന്തെങ്കിലും കേസിൽ ലീവ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ല ലേറ്റായിട്ട് മിക്ക ദിവസം ലേറ്റായിട്ട് ചെല്ലും. പക്ഷെ ലേറ്റായിട്ട് ഇറങ്ങുന്നു, ഞാൻ ഇപ്പോൾ 9 മണിക്ക് എന്നുള്ള 9:30 എത്തിയാലും ചിലപ്പോൾ ഞാൻ 6 o'clock ഇറങ്ങുമൊക്കെ ഉള്ളൂ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അവിടെ ലേറ്റായി, അവരെന്നെ ഒന്നും പറയില്ല, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊന്നും പറയില്ല. പക്ഷേ ഞാൻ ലേറ്റായി എന്നുള്ള കുറ്റബോധം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂ കയറാണ്. ഇന്നും ലേറ്റായി, ഞാൻ ലേറ്റാണ്, ഞാൻ പങ്ക്ച്വലല്ല, ഞാൻ എന്താ കറക്റ്റ് ആവാത്ത എന്നുള്ള ഈ തോട്ട്സ്, ഈ എന്താണ് ഫെയിലിയർ ഫിയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കയറി വരികയാണ്. അതിപ്പോൾ എൻ്റെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാര്യത്തിലും, എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു ഇത്. അപ്പം ഞാൻ വിചാരിക്കുക, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാത്തതുകൊണ്ടാണോ, ഞാൻ സ്വയം അക്കൗണ്ടബിൾ ആവാത്തത് കൊണ്ടാണോ കൺസിസ്റ്റൻ്റ് ആവാത്തത് എന്നുള്ളൊരു. ഞാൻ മാരീഡ് ആണോ? അതെ. ഓക്കെ, കുട്ടികളുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? സർ, വർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഹസ്ബൻഡ് റവന്യൂ ആണോ, ഇൻകമിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ല, ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഏൺ ചെയ്തിട്ട് ഞാൻ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ഷെയർ ചെയ്യണ്ടോ? എങ്ങനെ സർ? എത്ര പെർസെൻറ്റ്?
നിങ്ങളെ ഹൗസ് ഹോൾഡ് ചെലവിന് വേണ്ടിയിട്ട്, വീട്ടു ചെലവിന് വേണ്ടിയിട്ട് രണ്ടാളും ഷെയർ ചെയ്തിട്ടാണോ, അല്ലെ ഹസ്ബൻഡ് ഇൻകം മാത്രമാണോ അതിനൊക്കെ യൂസ് ചെയ്യണം? നേരത്തെ സാർ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് പക്ക ഈഗിളാണ്, നല്ല ബിസിനസ് മൈൻഡാണ്. ആളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കരമായിട്ട് അത് സക്സസ് ആയിട്ട് എന്താണ് ഊണും ഉറക്കം ഉണ്ടാവുന്നൊക്കെ പറയില്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഭയങ്കര ഈഗിൾ മൈൻഡുള്ള ഒരാളാണ്. അപ്പം എന്താണ് അത് കറക്റ്റായിട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അവർ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കാര്യങ്ങൾക്കും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളതായ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ സ്പെൻഡ് അങ്ങനെ നോക്കാറൊന്നുമില്ല. ഓക്കെ. ഇന്ന ഇത്ര എമൗണ്ട് എന്നൊന്നും നോക്കാറില്ല. ഓക്കെ, അങ്ങനെയൊന്നും നോക്കാറില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വാട്ട് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് യു ഡു? ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞു. വാട്ട് ഇസ് എ പ്രൊഫഷൻ? ഞാൻ ട്യൂഷൻ എടുക്കും, ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. എത്ര വയസ്സുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണം? ട്യൂഷന് പിന്നെ എന്താണ് ചെറിയ കുട്ടികൾക്ക് വരും, ചിലപ്പോൾ LKG വരും, UKG വരും, 1, 2, 3, 4 അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കും. പിന്നെ അത് ഓൺലൈനാണോ ക്ലാസ്സൊക്കെ ഓൺലൈനിൽ കൊടുക്കും. ഓൺലൈനിലോ ഓഫ്ലൈനാണോ? കുട്ടികളുടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ടോ? നല്ല സൗണ്ട് കേൾക്കുന്ന അതെൻ്റെ കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടിയല്ലേ? ഞാൻ പെട്ടെന്ന് ഇതിൽ ഓൺലൈനിൽ കയറുന്നത് അറിയില്ലായിരുന്നു, അപ്പം ഞാൻ പെട്ടെന്ന് കയറിയതാണ്. ഓക്കെ, നോ ഇഷ്യൂസ് കേട്ടോ. അപ്പം നിങ്ങൾ ട്യൂഷൻ എടുക്കുന്നത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ? ഓഫ്ലൈനായിട്ട് എടുക്കും, ഓൺലൈനായിട്ടും എടുക്കാറുണ്ട്. ഓക്കെ, ഈ ഓഫ്ലൈൻ ആയിട്ടുള്ള എടുക്കുന്നത് ക്യാൻസലായി പോകാറുണ്ടോ സമയത്തിന് ചിലപ്പോൾ വരാതായിട്ട്? കുട്ടികൾ വരാതാവുന്നല്ല, എൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും അവിടെ. അതെ, ഞാൻ നിങ്ങളെ പറ്റി ചോദിച്ചു. കുട്ടികൾ നിങ്ങൾ ചില ദിവസം ക്ലാസ് ക്യാൻസൽ ചെയ്യാറുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിനോട് താല്പര്യമില്ല എന്നല്ല? താല്പര്യമില്ലാത്ത കാരണം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നു. അപ്പോൾ കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞു 8:55 ഞാൻ എണീറ്റ് 9 മണിക്ക് ഇവിടെ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങളായിട്ട് ചോദ്യങ്ങൾ എടുക്കുകയാണ്. കാരണം ഞാൻ വളരെ പാഷനേറ്റ് ആണ്. നിങ്ങൾ ചോദ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഓപ്ഷൻ പോലും ഒഴിവാക്കിയിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ പാഷനേറ്റ് അല്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 വർഷവും വർക്ക് ചെയ്തത്. 5 വർഷവും ഞാൻ ആ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ് ഒക്കെ എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ടീച്ചിങ് ഫീൽഡിലും മറ്റുള്ള ജോബിലൊക്കെ എന്താണ് സെയിൽസിൽ നിന്നിട്ടുണ്ട്, അവിടെ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിങ്ങിൽ നിന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ടീച്ചിങ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ 9 to 5 കിട്ടിയത് സ്വയം ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ ഏതാണ് എൻ്റെ പാഷൻ അങ്ങനെ കണ്ടെത്തുന്നപ്പോൾ നിങ്ങൾ ഇത് പാഷനായിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾ 8 to 5 ജോബ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ ടീച്ചിങ്. ഓക്കെ, മനസ്സിലാക്കുക. ശരിക്ക് നിങ്ങളൊരു പെയിൻ എന്തായിരുന്നു? 8 to 5 ജോബുള്ള അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കണ്ടെത്തി. ആ കണ്ടെത്തലാണ് നിങ്ങൾ ഈ ട്യൂഷനിൽ വന്നത്, അല്ലാതെ പാഷൻ കൊണ്ടല്ല. പാഷൻ കൊണ്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് വളരെ റിലീജിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ. ഇന്ന് മനസ്സിലാക്കുക, ഇന്ന് ഈദാണ് പല സ്ഥലത്തും, എന്നിട്ട് പോലും എനിക്ക് വേണം മുടക്കായിരുന്നു. ഞാൻ മുടക്കിയിട്ടില്ല. യു വിത്ത് മീ? വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണലിസം. അവിടെ നിങ്ങൾ ചെയ്ത പ്രൊഫഷണലിസം അല്ല, നിങ്ങൾ അതിന് വേണ്ടി ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിയാൽ നിങ്ങളെ പാഷനല്ല ടീച്ചിങ്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളെ പാഷനല്ല. സോ യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഇസ് എ പാഷൻ. പാഷൻ ആണെങ്കിൽ നിങ്ങൾ പറയും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഒരൊറ്റ ക്ലാസ് മുടക്കില്ല, കറക്റ്റ് ടൈമിന് തുടങ്ങും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്കത് നെഞ്ഞത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ? ആഗ്രഹിക്കുന്നത് വേറെ, ചെയ്യണത് വേറെ. പ്ലാനിങ് വ്യത്യാസമുണ്ട്, ആക്ഷൻ വ്യത്യാസമുണ്ട്, അല്ലേ? എക്സ്പെക്ടേഷൻ വ്യത്യാസമുണ്ട്, പക്ഷേ ആക്ഷൻ വ്യത്യാസമുണ്ട്. മൈ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ യു ആക്ട് ഓൺ ദാറ്റ്? അതിനെ നമ്മൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയില്ല. ആക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ആക്ട് ചെയ്യാൻ പറ്റുമോ? അത് അവിടെ നിങ്ങൾക്ക്, ഞാൻ ഈ ചോദ്യം വേറെ ആളോട് ചോദിക്കുകയാണെങ്കിൽ അവർ അപ്പം തന്നെ ഞാൻ വേറെ ആളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയില്ല, അവർ പറയും ഞാൻ ചെയ്യാമെന്ന് പറയാം. വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നോ ചോദിച്ചോ നിങ്ങൾ? ഞാൻ ചെയ്യുന്നല്ല പറഞ്ഞത്. യു വിത്ത് മീ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്തിൻ്റെയോ ഒരു കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിലും നിങ്ങളെ പാഷൻ കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമല്ല, ഇൻകം കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഹൗവർ അത് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ആ 8 to 5 ജോബിൽ നിന്ന് അതിന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
So tell me, would you be able to continue this in a professional way? ഇപ്പം ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഗ്രേഡ് ഫിഫ്ത്ത് ഗ്രേഡ് വരെ കുട്ടികൾ നിങ്ങളടുത്തേക്ക് വരുന്നെന്ന് പറഞ്ഞു. ചില ദിവസം ക്ലാസ് മുടങ്ങാറുണ്ട്. വൈ? ബിക്കോസ് നിങ്ങൾ ലേസിയായ കാരണം. ശരിയല്ലേ? നിങ്ങൾ കുട്ടികൾ ഇതേപോലെ ട്യൂഷൻസ് ക്ലാസ്സിൽ പോകണമെങ്കിൽ അവിടെ ടീച്ചർ ഇതേപോലെ മുടക്കാണ്, നിങ്ങൾ എന്താ പറയാ? ചോദിക്കൂലേ? അതേപോലെ ഇവരും ചോദിക്കണ്ടാവും. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്ത കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് കൊണ്ടുവരുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് വളരാൻ ചാൻസ് കൂടുതലല്ലേ? ഒന്ന് ആലോചിക്കുക. ഇപ്പൊ എത്ര കുട്ടികളാണ് വരുന്നത്? 8 കുട്ടികൾ. നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് വളരെ സ്നേഹത്തോടൊരു കറക്റ്റ് ടൈമിന് എടുത്തിട്ട് കറക്റ്റ് ടൈമിന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഓരോരോ ദിവസം വളരെ ക്ലിയർ ഒബ്ജക്റ്റീവോടുകൂടി എടുത്തിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 8 എന്നുള്ളത് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്തൂടെ? 100% എനിക്ക് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. ഉറപ്പല്ലേ? അവിടെ നിങ്ങളുടെ ഒരു ചെറിയൊരു കുറവ് കാരണം ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഒറ്റ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ നെവർ ക്യാൻസൽ ഈവൻ എ സിംഗിൾ ക്ലാസ് ആൻഡ് ഐ വിൽ ബി ദെയർ ഓൺ ടൈം എന്നുള്ള ആ ഒരു 2 കണ്ടീഷൻ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആ യെസ്സിന് തീരെ പവർ ഇല്ല കേട്ടോ. ആ യെസ് വെറുതെ ഇത് ഒരു കോച്ചിങ് ആയ കാരണം സെൻസൈനോട് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള യെസ് ആണിത്. My question is it possible for you? എനിക്കറിയില്ല, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യെസ് പോസിബിൾ ബട്ട് എന്നുള്ളൊരു ചിഹ്നം അവിടെ വരുന്നത്. ബട്ട് വരാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ 4-8 കുട്ടികളായിട്ട് പോകും. ഒരു ദിവസം ഈ 8 കുട്ടികൾ നിൽക്കും. എന്നിട്ട് അവിടുത്തെ അവരെ അമ്മമാർ പറയും, ദയവ് ഇതിന് ഇവിടെ കൊടുത്തത് എൻ്റെ കുട്ടികൾക്ക് എന്ന് പറയും. അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഇഫ് യു വോണ്ട് ടു കണ്ടിന്യൂ ബി 100% കമ്മിറ്റഡ്. അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. പ്രോമിസ് ഈ ബട്ട് ഒഴിവാക്കുക കേട്ടോ. ഞാനൊന്ന് ആഗ്രഹമുണ്ട് ബട്ട് എന്നുള്ള അത് ഒഴിവാക്കുക. ആൻഡ് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ചെയ്യാൻ പറ്റുമോ? 100%? ഓക്കെ. ഇവരെ ഈ 5th ഗ്രേഡിലെ കുട്ടികളുടെ എക്സാം എന്നാ തീരാ? എപ്പോഴാണ് പുതിയ അഡ്മിഷൻ എപ്പോഴാണ് തുടങ്ങുക? ഇതിങ്ങനെ പുതിയ അഡ്മിഷൻ എന്നില്ല, അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരാണ്. കാരണം അവർ സിലബസിലോ അല്ലെങ്കിൽ ഇപ്പം വെക്കേഷൻ അല്ലേ, ഈ വെക്കേഷൻ എക്സാമിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആവുന്ന സമയത്ത് അവർക്ക് വെക്കേഷനിൽ ഇപ്പം ജനറലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ റീഡിങ് ഒന്ന് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, റൈറ്റിംഗ് ഒന്ന് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ ഇന്നത് എന്നല്ല, മിക്സഡ് ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് എല്ലാം. അപ്പോൾ അവർ ഭയങ്കര വേർത്തിയാണ് അതിൽ. ഓക്കെ. മൈ ക്വസ്റ്റ്യൻ ഈസ് 8 സ്റ്റുഡൻസ് മതിയോ നിങ്ങൾക്ക്? ഞാൻ നല്ല പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. 8 അവർക്ക് വൃത്തിയാവുന്ന രീതിയിൽ. അതല്ല, ദാറ്റ്സ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. മൈ ക്വസ്റ്റ്യൻ ഈസ് നിങ്ങൾ മാക്സിമം കാണുന്ന 8 പേര് മാത്രമേ അല്ല, മാക്സിമം എനിക്ക് എത്ര പേരെങ്കിലും എത്ര നമ്പർ പറയാം. 100 എടുക്കാം. 100 വരെ. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് ഞാൻ ചോദിച്ചു. ആള് 11th ഗ്രേഡാണ്, മനസ്സിലാക്കാം. ഓക്കെ, 11th ഗ്രേഡാണ്. ഞാൻ ചോദിച്ചു എൻ്റെ ഒപ്പം പാർട്ട്ണറായിട്ട് ഒരു 8 ദിവസം വർക്ക് ചെയ്യാം പറ്റുമെന്ന് ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു. എത്ര പ്രതീക്ഷിക്കുന്നു? 3.5 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ്. 8 ദിവസം കേട്ടോ. ഞാൻ പറഞ്ഞു റൈറ്റ്, യു ഓൺ ബോർഡ്, ലെറ്റ്സ് വർക്ക് ടുഗെദർ. കാരണം ആ കുട്ടി കാണുന്നുണ്ട് അത്. ആ 3.5 ലക്ഷം ആ കുട്ടി കാണുന്നുണ്ട് 8 ദിവസം കൊണ്ട്. നിങ്ങൾ എത്ര കാണുന്നത്? എമൗണ്ട് ആണോ സാർ ഉദ്ദേശിച്ചത്? എമൗണ്ട് അല്ല, എനിക്ക് ആദ്യം കുട്ടികളെ കാണേണ്ടത്. 100 സ്റ്റുഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവണ്ടേ, നിങ്ങൾ റെഗുലർ ആവണ്ടേ. എൻക്വയറി ഉണ്ട്, പക്ഷെ എടുക്കാൻ എനിക്ക് ധൈര്യമില്ല, ഇതില്ലാത്തോണ്ട്. ധൈര്യം കൂടി വരില്ലാണ്. നിങ്ങൾക്ക് ഒരാളെ നിർത്തിയിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതും 10,000-കണക്കിന് ആൾക്കാർ മുമ്പിൽ കയറി സംസാരിക്കുന്നത് ഒന്ന് തന്നെ ഉള്ളൂ. ഒരേ സിസ്റ്റമാണ്, മനസ്സിലാവണ്ട? ഒരേ സിസ്റ്റമാണ്. എല്ലാവരും ഗ്രൂപ്പായിട്ട് എടുത്തു കൊടുത്താൽ മതി. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. 100 പേര് നിങ്ങൾ ക്ലാസ്സിൽ വീട്ടിൽ നിങ്ങൾ ഓഫ്ലൈനിലും ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈനിലും ചെയ്യാം. ആഗ്രഹം ഉണ്ടോ? എല്ലാ മാസവും ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ കൂടണം ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ അത് കൂടുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കൂടുന്നുണ്ട്. കാരണം ആഗ്രഹം ഉണ്ടാവണം. അത് നമ്മൾ ഒരു ഫിക്സ് ചെയ്യണം, ഗോളായിട്ട് ഫിക്സ് ചെയ്യണം. ഗോളിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടിരിക്കണം.
യു വിത്ത് മീ? യാ ചെയ്യാൻ പറ്റുമോ? കൂട്ടാൻ പറ്റുമോ? യെസ്, നമ്പേഴ്സ് കൂട്ടാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഏപ്രിലേക്ക് കടക്കാൻ പോകണം. ഏപ്രിലേക്ക് കടക്കാൻ പോകും. മാർച്ചിലാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഏപ്രിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. അപ്പോൾ ഏപ്രിൽ എൻഡ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ഫസ്റ്റ് ആകുമ്പോഴേക്കിനും നിങ്ങൾ നമ്പേഴ്സ് എത്ര ആവണം? ഞാൻ ടാർഗറ്റ് ഏപ്രിൽ ഇട്ടത് 20 ആണ്. അപ്പോൾ 20ലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ മനസ്സിലാണോ നിങ്ങൾക്ക്? 20ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നിങ്ങൾ മാറ്റേണ്ടത്? ഇപ്പം ചെയ്യുന്ന സ്ട്രാറ്റജി നടക്കാൻ പോകില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് നടക്കാൻ പോകില്ല. കാരണം ഒരു ഇതുണ്ട്, വാട്ട് ഗോട്ട് യു ഹിയർ വിൽ നോട്ട് ഗെറ്റ് യു ദെയർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ വരെ 8 കുട്ടികൾ എത്തുന്ന വരെ എത്തിച്ചത്, അത് ഒരിക്കലും 20 എത്തിക്കാൻ നിങ്ങളത് സാധിക്കില്ല. എന്ന് സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഉറപ്പല്ലേ? ഞാൻ എപ്പോഴും പറയണ്ട, ഒരു സ്കൂളിലെ ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ മാഷ് പഠിപ്പിച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആണെങ്കിൽ സ്കൂൾ മാഷ് പഠിപ്പിച്ചിട്ട് ഇനി കാര്യമില്ല, ഏതെങ്കിലും സ്റ്റേറ്റ് ലെവൽ ഏതെങ്കിലും കോച്ച് വന്ന് പഠിപ്പിക്കണം. ശരിയല്ലേ? സ്ട്രാറ്റജി മാറ്റണം. നാഷണൽ ലെവലാണെങ്കിൽ അത് വീണ്ടും കോച്ച് മാറണം. ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ വീണ്ടും കോച്ച് മാറണം. നമ്മൾ എങ്ങനെയാണോ കോച്ച് മാറുന്നത് അതേപോലെ നിങ്ങൾ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് മാറ്റേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് റൂം മാറ്റേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് മാറ്റേണ്ടി വരും. ശരിയല്ലേ? അപ്പം 20 പേര് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം? ഞാനൊരു പോസ്റ്റർ ഉണ്ടാക്കും. വെരി ഗുഡ്. ഇതുവരെ പോസ്റ്റർ ഒന്നും ഉണ്ടാക്കിയത്. പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് ഇവിടെയുള്ള ഗ്രൂപ്പുകളിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അത് പോസ്റ്റർ ഇപ്പം ഉണ്ടാക്കില്ലോ? ഇപ്പൊക്കെ വേർഡ് ഓഫ് മൗത്ത് മാത്രമാണ്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ, ഇതുവരെ ചെയ്യാത്ത വേറെ കാര്യം എന്താണ്? 2. പിന്നെ ഈ വരുന്നതിനെ കറക്റ്റായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് കൊടുക്കും. ബ്യൂട്ടിഫുൾ. അതിന് വല്ല മടിയുണ്ടോ നിങ്ങൾക്ക്? അതിനെനിക്ക് മടിയില്ല. ഓക്കെ, ഗ്രേറ്റ്, വെരി ഗുഡ്. നല്ലതാണ് വിളിച്ച് കോൾ ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ നല്ലത്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. നമ്പർ 3. അത് നമ്പർ 3. നല്ല ക്വാളിറ്റി ഉള്ള മൊഡ്യൂൾസ് ഉണ്ടാക്കും. ബ്യൂട്ടിഫുൾ. അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ 3 ഏറ്റവും ഫസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റിൽ ഞാൻ ക്വാളിറ്റി ഉള്ള മൊഡ്യൂൾ ഉണ്ടാക്കാം. എക്സാക്ട്ലി കറക്റ്റ്. അത് എന്ന് ഉണ്ടാക്കാൻ പറ്റും? വിത്തിൻ ഒരു 4 ഡേയ്സിൻ്റെ ഉള്ളിൽ. ഉറപ്പാണോ? ഇതിൻ്റെ നമ്പർ ഉണ്ടോ? തേഴ്സ്ഡേൻ്റെ മുന്നേ. ഓക്കെ. അല്ല, എൻ്റെ നമ്പർ ഉണ്ടോ നിങ്ങൾ ചോദിച്ചത്? ഇല്ല. എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടോ? ഉണ്ട്, ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ തേഴ്സ്ഡേക്ക് മുന്നായിട്ട് എനിക്ക് ആ സിലബസ് അയച്ചു തരാം. ചെയ്യാൻ പറ്റുമോ? ഉറപ്പാണോ? 100%? എന്തോ ഒരു ഇത് തീരില്ലല്ലോ. ഉറക്കം വരുന്നുണ്ടോ? എന്താ സംഭവം? അല്ല, 100% ഞാൻ പറഞ്ഞു. പക്ഷെ അതിന് ഇതില്ലല്ലോ, ഒരു ത്രില്ലും ഉണ്ടേ. 100% എന്ന് വെച്ചാൽ യെസ് എന്നല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയോ? യെസ് ആണോ? ക്ലാരിറ്റി വന്നു. അതിലെനിക്ക് ക്ലാരിറ്റി വന്നു. ഓക്കെ. 0 to 10 ഹൗ മച്ച്? 0 to 10 തന്നെ എനിക്ക് അതിൽ ക്ലാരിറ്റി വന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ആക്ഷൻ എടുക്കുമോ? ഞാൻ വന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യണമെന്നുള്ളത് എനിക്ക് ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ ചെയ്യോ ഇല്ലേ എന്നുള്ളതിലാണ് എനിക്ക് ഡൗട്ട്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുള്ളൂ. അതെ. 1000 miles starts with one single step എന്ന് പറയാം. 1000 ഗാഥ എന്താ പോകണമെന്നുണ്ട്. ഗാഥ എന്താ എനിക്കറിയില്ല. 1000 മൈൽ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റെപ്പിൽ എടുക്കുള്ളൂ. ഞാൻ 1000 സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സ്റ്റെപ്പിൽ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വ്യാഴാഴ്ച ആകുമ്പോഴേക്കും അത് വരെ ചെയ്യാൻ പറ്റുമോ? ബാക്കിയുള്ളത് ദേഖാ ജായക എന്ന് പറഞ്ഞാൽ പിന്നെ കാണാന്നുള്ള രീതിയിൽ ഈ വ്യാഴാഴ്ച വരെയുള്ള ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? മൊഡ്യൂൾ ഉണ്ടാക്കാം, പോസ്റ്റർ ഉണ്ടാക്കാം. ഈ വ്യാഴാഴ്ച വരെ എനിക്ക് പറ്റുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും. 0 to 10 എത്ര കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നുള്ളത്? 100% എനിക്ക് ചെയ്യാൻ പറ്റും. അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാം. ആഗ്രഹിക്കുന്ന കാര്യം പിന്നെ വെക്കരുത്. എന്നാ മരിച്ചോന്ന് നമുക്കറിയില്ല. ശരിയല്ലേ? ഓക്കെ. ചെയ്യാ, തീർക്കുക. കുട്ടികൾ ഓർക്കണ്ടേ നിങ്ങളെ നാളെ? അതെ. അല്ലേ? ശരിയല്ലേ? Happy? Happy. Good. Thank you very much. Let's move on to the next caller, please. We can take one more call.